പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി നിലവിളിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്ന വഴിയിൽ ഡൈവേർട്ട് ചെയ്ത് പോവുകയല്ല, ഓടിക്കൊണ്ടിരുന്ന വഴിയിൽ അറ്റാച്ച് ചെയ്യുകയല്ല, പിന്നെയോ ഓടിക്കൊണ്ടിരുന്ന വഴിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ടേൺ ടു ജീസസ്, ദൈവത്തെങ്കിലേക്ക് തിരിയുക. അതാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ്, ഇത് അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല, സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ടല്ലാതെ ടേൺ എടുക്കാൻ പാടാണ്, അല്ലെങ്കിൽ ഡേഞ്ചറാണ്. ടേൺ എടുത്തിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരിഞ്ഞൊരു മനുഷ്യൻ, അവനെ പറയുന്നു അവൻ ബോൺ അഗൈൻ, വീണ്ടും ജനിക്കപ്പെട്ടു. സ്തോത്രം. ഈ വീണ്ടും ജനിക്കപ്പെട്ട പൈതൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ, സ്തോത്രം, അവനോടൊന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന പലതും എൻ്റെ ജീവിതത്തിലില്ല. എല്ലാം ചേഞ്ച് ആകണമെന്നില്ല കേട്ടോ. അത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ഓരോന്നും നമ്മളിൽ ചേഞ്ചായി വരികയുള്ളൂ. അത് മുന്നോട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജയമെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്നാലും ടോട്ടലി ഒരു ഭയങ്കര ചേഞ്ചസ് നമ്മളിൽ തുടങ്ങും. അന്ന് വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മാറാൻ തുടങ്ങും. കർത്താവിനോട് അടുത്തിരിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് ദൈവസ്ഥന് ഇരിക്കണം.